ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസ് ആയിട്ടാണ്. ഇതിൽ കൂടുതലും നമ്മളെ ക്രിസ്മസിന് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ½ kg കേക്കായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇതിന്മേൽ കൊടുത്തിട്ടുള്ളത്. റോസറ്റ നോസിലും അതുപോലെ സൈഡിൽ സ്പാച്ചുല ഡിസൈനുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ക്രിസ്മസ് തീമിൽ ചെയ്തിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. ഞാനിത് എൻ്റെ മോളെ സ്കൂളിലൊരു കേക്ക് ഫെസ്റ്റ് നടന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടി. കൂടുതൽ അവർ ടേസ്റ്റ് ബേസ് ആട്ടോ നോക്കിയിട്ടുള്ളത്. ഞാൻ ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത് സ്റ്റിക്കറാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. കൂടുതൽ സ്റ്റിക്കർ തന്നെയാണ്. അടിയിൽ റിബണാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ളതും ക്രിസ്മസ് തീമിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അത് 2 kg ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കേക്ക് വന്നിട്ടുള്ളത് സ്ക്വയർ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുറ്റും റോസറ്റ നോസിൽ കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ഒരു കളറ് റെഡ് വൈറ്റ് ഗ്രീന് അങ്ങനെയാണല്ലോ. ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേക്ക്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കറൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. പ്രിൻ്റാണ് വെച്ചെടുത്തിട്ടുള്ളത്. മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ളതൊക്കെ പ്രിൻ്റിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ളതും ഒരു ½ kg കേക്കാണ്. ക്രിസ്മസ് തീമിൽ ചെയ്തിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ലീഫ് നോസിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ ഗ്രീന് റെഡ് വൈറ്റ് അങ്ങനെ ഒരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സെൻറ്ററിൽ ഞാൻ ഹാപ്പി ക്രിസ്മസ് എന്നുള്ളത് പ്രിൻ്റ് വെച്ചത് തന്നെയാണ് കേട്ടോ. സൈഡിൽ സ്കാപ്പർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിവിടെ ഇങ്ങനെ നഴ്സറി സ്കൂൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് കുട്ടികളുള്ളൂ. അപ്പോൾ അവരതുകൊണ്ട് തന്നെ ½ kg ആട്ടോ വാങ്ങിച്ചത്. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ഇതേപോലത്തുള്ള കേക്ക് തന്നെ കേട്ടോ. പക്ഷെ അത് 1 kg ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ ഏകദേശം ഈ ഡിസൈനിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ കേക്കിന് ചെയ്തിട്ടുള്ള സെയിം ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ കൂടുതലായിട്ടൊന്നും ക്രിസ്മസിന് ഓർഡർ വന്നിട്ടില്ല കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ വന്നിട്ടത്. ഏകദേശം ഒരു 4.5 കിലോൻ്റെ അടുത്ത് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പ്ലം കേക്കൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. സെയിൽ ഇല്ല. പിന്നെ അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ക്രിസ്മസ് തീമിലൊന്നല്ല, ഒരു മീറ്റപ്പിൻ്റെ ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അവർ പറഞ്ഞത്. റോസറ്റ നോസിൽ വെച്ചിട്ടുള്ളൊരു ഡിസൈന്. SLC ഫ്രണ്ട്സ് എന്ന് എഴുതാൻ പറഞ്ഞിരുന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റെഡും വൈറ്റും ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡെക്കറേഷൻ വീഡിയോസൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ക്രിസ്മസ് കേക്കൊക്കെ ഇനി അടുത്ത പ്രാവശ്യത്തെ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ ഉപകാരപ്പെടും. എനിക്ക് കുറേ വൈകിട്ടാട്ടോ ഞാൻ അത് അപ്ലോഡ് ചെയ്യണത്. ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.